ജയ് ഉസോക്കി ഇപ്പോൾ ഓവർ പുഷ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ ട്രിപ്പിൾ എച്ചിന്റെ തീരുമാനം ഇന്നലത്തെ റോ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റിൽ തെറ്റായി പോയി എന്നും പറഞ്ഞുകൊണ്ട് ചില അഭിപ്രായങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിനെ പറ്റിയെല്ലാം നമ്മൾക്ക് നോക്കാം. അതിനോടൊപ്പം കോഡി റോഡ്സ്, ലോഗൻ പോൾ ഇവർക്ക് ചാമ്പ്യൻ വേഴ്സസ് ചാമ്പ്യൻ മാച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മാച്ചിൽ കോഡി റോഡ്സ് വിൻ ചെയ്ത് ഡബിൾ ചാമ്പ്യൻ ആകും എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ അതിന് സാധ്യതയുണ്ടോ എന്നും ഈ വീഡിയോയിൽ പറയാം. അത് കൂടാതെ വേൾഡ് ചാമ്പ്യൻ ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് ഡ്രൂ മാക്കൻടയർ ഇവരുടെ മാച്ചിനെ പറ്റിയും ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പിന്നെ ഗന്ധർ വേഴ്സസ് ഇല്യ ഡ്രാഗനോവ് ഇവരുടെ മാച്ച് എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തത് എന്നുള്ളതിനെ പറ്റിയും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് ഇവരുടെ മാച്ച് എപ്പോഴായിരിക്കും സെറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്, അതിനെ പറ്റിയെല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഫസ്റ്റ് മെയിൻ ഇവന്റ് ജയ് ഉസോനെ പറ്റി നോക്കാം. ജയ് ഉസോ ബ്ലഡ് ലൈൻ ടീം വിട്ട് കോഡി റോഡ്സ് മുഖേന മെയിൻ റോസ്റ്ററിൽ എത്തുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ തൊട്ട് ജയ് ഉസോക്ക് വേറെ ലെവൽ സപ്പോർട്ടാണ് ഫാൻസ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ജയ് ഉസോക്ക് വലിയ ചാമ്പ്യൻഷിപ്പ് ഒന്നും നേടാൻ കഴിഞ്ഞില്ല. ഒരു പ്രാവശ്യം കോഡിയുടെ കൂടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതല്ലാതെ മെയിൻ ആയിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് ഒന്നും ജയ് ഉസോ വിൻ ചെയ്തിട്ടില്ല. എന്നാലും ജയ് ഉസോ വേറെ ലെവലായിട്ടാണ് WWE പോകുന്നത്. അതായത് ഒരുപാട് ഫിനിഷർ എല്ലാം കിക്ക് ഔട്ട് ചെയ്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി മാച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു സ്റ്റൈലിലാണ് ജയ് ഉസോനെ കാണിക്കുന്നത്. ഇന്നലത്തെ റോ എപ്പിസോഡിൽ പുതുതായി NXTയിൽ നിന്നും വന്ന മുൻ NXT ചാമ്പ്യനും കൂടിയായ ഇല്യ ഡ്രാഗനോവ് വേഴ്സസ് ജയ് ഉസോ മാച്ച് വെച്ചതും മാച്ചിന്റെ അവസാനത്തിൽ ജയ് ഉസോ വിൻ ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുള്ളതും. അപ്പോൾ ഈ ഒരു തീരുമാനം ട്രിപ്പിൾ എച്ചിന് തെറ്റായി പോയി എന്നാണ് പറയുന്നത്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് ഒരിക്കലും തെറ്റായിട്ടുള്ള കാര്യമല്ല. കാരണം ഗന്ധർ വേഴ്സസ് ഇല്യ ഡ്രാഗനോവ് ഈ ഒരു മാച്ച് റോ ബ്രാൻഡിലല്ല നടത്തേണ്ടത്. അതായത് ഇവർക്ക് വർഷങ്ങൾക്ക് മുൻപ് ഒരു വേറെ ലെവൽ മാച്ച് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ആ ഒരു മാച്ചിന്റെ റീമാച്ച് ഒരു വീക്ക്ലി ഷോയിലൊന്നും ട്രിപ്പിൾ എച്ച് കൊണ്ടുവയ്ക്കില്ല. ഇതും ഒരു കാരണമാണ് ജയ് ഉസോനെ വിൻ ചെയ്യിപ്പിക്കാനായിട്ട്. അതായത് ഇവരുടെ മാച്ച് നടക്കുകയാണെങ്കിൽ അത് ബാഷ് ഇൻ ബെർലിൻ പോലെയുള്ള സ്പെഷ്യൽസിലായിരിക്കാം നടക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ട്രിപ്പിൾ എച്ച് ജയ് ഉസോനെ വിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അതായത് ജയ് ഉസോയുടെ ഇപ്പോഴത്തെ ഹൈപ്പും അതുപോലെ ഡ്രാഗനോവ് വേഴ്സസ് ഗന്ധർ ഈ മാച്ച് ബാഷ് ഇൻ ബെർലിനിൽ വെക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ട്രിപ്പിൾ എച്ചിന്റെ തീരുമാനമൊന്നും തെറ്റായി പോയിട്ടില്ല. പിന്നെ ജയ് ഉസോക്ക് ഓവർ പുഷാണ് എന്ന് പറയുന്നവരോട് കുറച്ചു നാൾ മുൻപ് കോഡി റോഡ്സ് റോമനെ തോൽപ്പിച്ചപ്പോൾ കോഡി റോഡ്സിന് ഓവർ പുഷാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. കാരണം കോഡി റോഡ്സിന്റെ കയ്യിൽ ചാമ്പ്യൻഷിപ്പെങ്കിലും ഉണ്ടായിരുന്നു. എന്നാൽ ജയ് ഉസോക്ക് ഓവർ പുഷ എന്ന് പറയുമ്പോൾ ഇതുവരേക്കും ഒരു മെയിൻ ചാമ്പ്യൻഷിപ്പ് പോലും വിൻ ചെയ്തിട്ടില്ല. ബ്ലഡ് ലൈൻ വിട്ട് വന്ന് റോമിന് ശേഷം അധികം ഫാൻസ് ഉണ്ടാക്കിയത് ജയ് ഉസോയാണ്. നല്ല രീതിയിൽ പോകുന്ന ഈ ഒരു റെസ്ലറെ ഓവർ പുഷ് എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ജയ് ഉസോ നല്ല സെറ്റായിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് ജയ് ഉസോനെ ഇഷ്ടമാണെങ്കിൽ ബ്ലൂ ലവ് ഐക്കണിട്ട് കമന്റ് ചെയ്യുക. ഇനി അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ലോഗൻ പോൾ ഇവരുടെ ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ മാച്ചിൽ കോഡി റോഡ്സ് ഡബിൾ ചാമ്പ്യൻ ആകും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരുപാട് റൂമർ വരുന്നുണ്ട്. അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സാധ്യത അല്പം കുറവായിട്ടാണ് തോന്നുന്നത്. അതായത് ലോഗൻ പോളുമായി മാച്ച് വെച്ച് കിങ് ഓഫ് ദ റിംഗ് സ്പെഷ്യൽസിന് ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് WWE ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഈ ചാമ്പ്യൻഷിപ്പ് ഒന്നും ഒന്നിപ്പിക്കാനുള്ള പ്ലാൻ ഇവർക്കില്ല എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം ലോഗൻ പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പുമായിട്ട് ഏകദേശം സമ്മർ സ്ലാം വരേക്ക് മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡബിൾ ചാമ്പ്യൻഷിപ്പ് കോഡി റോഡ്സ് വിൻ ചെയ്യുന്നത് പോലെ കാണിക്കില്ല. ഈ മാച്ച് കൂടുതലും ഡിസ്ക്വാളിഫിക്കേഷൻ ആവാനാണ് ചാൻസ്. ഒന്നല്ലെങ്കിൽ ലോഗൻ പോൾ കൊണ്ടുവരുന്ന ടീം കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് മാച്ച് ഡിസ്ക്വാളിഫിക്കേഷൻ ആക്കാം. അല്ലെങ്കിൽ ബ്ലഡ് ലൈൻ ടീം വന്നുകൊണ്ട് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയെല്ലാം കാണിച്ചേക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഈ ഒരു മാച്ചിൻ്റെ അവസാനം കാണിക്കാൻ ചാൻസ് ഉള്ളത്. അതല്ലാതെ ചാമ്പ്യൻഷിപ്പ് കൈമാറാനുള്ള പ്ലാൻ ഇല്ല എന്നാണ് പറയുന്നത്. എന്തായാലും അടുത്ത സ്മാക്ക് ഡൗൺ റോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗിന്റെ പ്രൊഡിക്ഷൻ വീഡിയോ ചെയ്യാം. ഇനി ആ സമയത്ത് പ്ലാൻ എന്തെങ്കിലും മാറാണെങ്കിൽ അതും വീഡിയോയിൽ പറയാം. ഇനി വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ക്ലാഷ് അറ്റ് ദി കാസ്റ്റലിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ പറ്റി പറയാം. ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യനായ ഡാമിയൻ പ്രീസ്റ്റ് ഇന്നലെ റോയിൽ പറഞ്ഞത് ഡ്രൂ മാക്കൻടയർ എപ്പോൾ മെഡിക്കലി ക്ലിയർ ആകുന്നു ആ സമയം തന്നോട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ആവശ്യപ്പെടാമെന്നും എപ്പോൾ വേണമെങ്കിലും വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യാമെന്നാണ്. അതായത് മെഡിക്കലി ക്ലിയർ ആവണം എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇനി WWE ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽസായ ക്ലാഷ് അറ്റ് ദി കാസ്റ്റൽ, അതായത് ഡ്രൂ മാക്കൻടയറിന്റെ ഹോം ടൗണിൽ ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽസിൽ ഇവർക്ക് തമ്മിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് വരാനാണ് ചാൻസ് ഒരു 90% ഉള്ളത്. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് വരാണെങ്കിൽ ഈ മാച്ചിൽ മാക്കൻടയറിനാണ് സാധ്യതകൾ കൂടുതലായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്.
കാരണം മെക്കൻഡയർ WWE പുതിയ ഡീലെല്ലാം സൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നും കാണാതെ ആ ഒരു ഡീലൊന്നും സൈൻ ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ മെക്കൻഡയർ മെഡിക്കലി ക്ലിയർ ആയ മെക്കൻഡയറെ വീണ്ടും ചാമ്പ്യനായി കാണാൻ സാധിക്കും. പിന്നീട് CM പങ്കുമായിട്ടുള്ള സ്റ്റോറി കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് പോലെ കാണിച്ചേക്കാം.